നെറ്റ്വർക്ക് ലാബിന്റെ ഒരു ബേസിക് കാര്യമാണ് നോക്കാൻ പോകുന്നത്, സോക്കറ്റ് പ്രോഗ്രാമിംഗ്. നമ്മുടെ നെറ്റ്വർക്ക് ലാബിൽ എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സെർവർ സൈഡും ക്ലയന്റ് സൈഡും കാണും. ഈ ക്ലയന്റ് സൈഡും സെർവർ സൈഡും തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് സോക്കറ്റ്. അപ്പൊ നമ്മൾ ആദ്യം സോക്കറ്റ് പ്രോഗ്രാമിംഗ് നോക്കും. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രീതിയിൽ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. TCP ഉണ്ട്, നമുക്ക് UDP ഉണ്ട്. അപ്പം ഇത് രണ്ടും നോക്കും. അപ്പൊ ആദ്യം നമുക്ക് ഈ സോക്കറ്റ് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അതിന്റെ ഒരു ബേസിക് ഫങ്ഷൻസും അതിന്റെ സിസ്റ്റം കോൾസും എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. സോ അതിന്റെ ഒരു ഡേറ്റ ഫ്ലോ ഡയഗ്രാം പോലെ നമുക്ക് വരയ്ക്കാം. ആദ്യം നമുക്ക് ഇതാണ് നമ്മുടെ സെർവർ സൈഡ്. ഓക്കെ, ഇനി ആദ്യത്തെ നമ്മുടെ സിസ്റ്റം കോൾ ഇസ് സോക്കറ്റ്. സിസ്റ്റം കോൾ ആയതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. ഈ ഒരു സിസ്റ്റം കോൾ ഉണ്ട്, അത് നേരെ നമുക്ക് ബൈൻഡിലോട്ട് അതിനുശേഷം ലിസൺ. ഇതൊക്കെയാണ് നമ്മുടെ ഈ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിൽ ബേസിക്കലി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ്. സോക്കറ്റ്, ബൈൻഡ്, ലിസൺ, അത് കഴിഞ്ഞ് നമുക്ക് അക്സെപ്റ്റ് ഉണ്ട്. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സെൻഡും റിസീവും ചെയ്യാൻ പറ്റും. സെൻഡ്, റിസീവ്. ഓക്കെ, സെൻഡും റിസീവും നമ്മുടെ ക്ലയന്റ് സൈഡുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നമുക്കിനി നമ്മുടെ ക്ലയന്റ് സൈഡ് വരെ. ക്ലയന്റ് സൈഡിൽ വന്നിട്ട് നമുക്ക് അവിടെയും സോക്കറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോക്കറ്റ് ഉണ്ട്, സോക്കറ്റ് വന്നിട്ട് കണക്ട് ചെയ്യണം നമ്മുടെ സെർവറുമായിട്ട്. അപ്പൊ അതിന് നമുക്ക് എന്തുണ്ട്, കണക്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ ഉണ്ട്. ഈ കണക്ട് നമ്മുടെ ലിസണുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനുശേഷം കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻഡും റിസീവും. നമുക്ക് ഇവിടെ സെൻഡും റിസീവും ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് സെൻഡ് കിട്ടിയാൽ ഇവിടെ എന്തായിരിക്കും, റിസീവ് ആയിരിക്കും. ഇവിടെ റിസീവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ സെർവറിനെ സെർവറിനെ വിളിക്കുന്നത് പറഞ്ഞാൽ സെർവറിന് കണക്ട് ചെയ്യാൻ ആദ്യം ഒരു സോക്കറ്റ് ഉണ്ടാക്കും. സോക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോ ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞ സിസ്റ്റം കോഴ്സിൽ 1 by 1 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിപ്പോകും. അപ്പൊ നമ്മുടെ സോക്കറ്റിന് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇതാ സോക്കറ്റ് സിസ്റ്റം കോളാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിസ്റ്റം കോൾ. ഇത് വച്ച് നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. സോക്കറ്റിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാല് സെർവർ അല്ലെങ്കിൽ ക്ലയന്റിന്റെ സോക്കറ്റ് ആണെങ്കിൽ ക്ലയന്റ് മെഷീൻ, ആ നോഡ് നമ്മൾ ഇതിനെയൊക്കെ നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ നോഡിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, അതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സോക്കറ്റ് വരുന്നത്. അതിന് 3 പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. 3 പാരാമീറ്റേഴ്സ്: ഡൊമെയിൻ, അത് കഴിഞ്ഞ് ടൈപ്പ്, അത് കഴിഞ്ഞ് പ്രോട്ടോകോൾ. ഇപ്പൊ നമ്മൾ ഈ ഡൊമെയിനിൽ പറയുന്ന പറഞ്ഞാൽ IPv4 ആണോ IPv6 ആണോ അങ്ങനെ ഏതാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ്. ബേസിക്കലി അതിന്റെ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. ടൈപ്പിലാണ് നമ്മുടെ TCP UDP വരുന്നത്. അപ്പൊ നമ്മൾ TCP UDP അപ്ലൈ ചെയ്തുള്ള ഒരു പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ അതിൽ ഈ ടൈപ്പിന്റെ അവിടെ നമുക്ക് TCP ആണോ
UDP ആണോ യൂസ് ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സ്പെസിഫൈ ചെയ്യാൻ അതിന് കീവേഡ്സ് ഉണ്ട്. ഇപ്പം TCP ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് എങ്കിൽ നമ്മൾ ഇവിടെ ഈ ടൈപ്പിന് പാരാമീറ്റേഴ്സിന്റെ അവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്ന അവിടെ കൊടുക്കും sock underscore stream. ഇൻ കേസ് UDP ആണെങ്കിലോ UDP ആണെങ്കിൽ നമ്മൾ sock underscore dgram ഡേറ്റാഗ്രാം. ഓക്കെ, ഇതാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അവിടെ. അതിനുശേഷം പ്രോട്ടോകോൾ നമ്മൾ മിക്കവാറും നമ്മൾ ഈ ലാബിൽ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിനും 0 ആണ് കൊടുക്കുന്നത്. ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. അതിനുശേഷം ഇത് ആക്ച്വലി നമുക്ക് ഈ സോക്കറ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 2 ടെലിഫോൺ ഉണ്ടെന്ന് വെച്ചു. എൻ്റെ 2 ടെലിഫോൺ ഉണ്ട്. ടെലിഫോണായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, 2 ടെലിഫോൺ ഉണ്ടെങ്കിൽ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെലിഫോൺസിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഞാൻ ഈ ടെലിഫോൺസിന് കുറച്ചൊത്തിരി ഭംഗിയാവട്ടെ. ടെലിഫോൺസിന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്താലേ ആ ടെലിഫോൺ വർക്ക് ആവാൻ തുടങ്ങും. അപ്പൊ സോക്കറ്റ് എന്താണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പം ഇൻസ്റ്റലേഷൻ നമുക്ക് ആ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ എളുപ്പം പോകാൻ പറ്റും. ഇനി അടുത്ത നമ്മുടെ വരുന്ന സിസ്റ്റം കോളാണ് ബൈൻഡ്. നമ്മൾ നേരത്തെ പോയതുപോലെ നേരത്തെ ഫിഗർ നോക്കിയാൽ ഇവിടെ നമ്മളിപ്പം സോക്കറ്റ് കവർ ചെയ്തു. ഇനി നമുക്ക് ബൈൻഡ് ആണ് നോക്കാൻ പോകും. ബൈൻഡ് ഓക്കെ, ബൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഫോണിന്റെ എക്സാമ്പിൾ എടുക്കാം. ഒരു ടെലിഫോൺ ഉണ്ട്. ആ ടെലിഫോണിന് ഒരു ടെലിഫോൺ നമ്പർ വേണ്ടേ, എന്നാലല്ലേ കൃത്യം അതിന്റെ അഡ്രസ്സ് എന്നുള്ള പേരിൽ പറയാൻ പറ്റും. എനിക്ക് എന്റെ ടെലിഫോൺ എടുത്താൽ ഒരു ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്റെ ടെലിഫോണിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇറ്റ്സ് ബേസിക്കലി അസോസിയേറ്റിംഗ് ദ ഫോൺ നമ്പർ ടു ദ ഫോൺ. അപ്പൊ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ സോക്കറ്റിന് ഒരു അഡ്രസ് ഉണ്ട്. ആ സോക്കറ്റ് അഡ്രസ്സിനെ നമ്മുടെ സോക്കറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആളെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ കുറെ സോക്കറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന സോക്കറ്റുകൾക്ക് ഓരോരുത്തർക്കും ഓരോ അഡ്രസ്സ് കൊടുത്ത് അതിന് ഓരോ സോക്കറ്റിനും ഇത് നിങ്ങളുടെ അഡ്രസ്സാണ്, ഇത് നിങ്ങളുടെ അഡ്രസ്സാണ് എന്ന് പറഞ്ഞ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സോക്കറ്റിനെ വിളിക്കാൻ എളുപ്പമാണ്, അതിൽ കണക്ട് ചെയ്യാൻ പോകാൻ എളുപ്പമാണ്. അതിനാണ് ബേസിക്കലി ഈ ബൈൻഡിങ് ചെയ്യുന്നത്. അപ്പൊ ഈ സോക്കറ്റ് അഡ്രസ്സ് ബേസിക്കലി ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് ഇത്തിരി ഇൻഡെപ്ത് ആണ്, അതിന്റെ ആവശ്യം കൂടുതൽ വരാറില്ല. IP അഡ്രസ്സും പോർട്ട് നമ്പറിന്റെയും IP അഡ്രസ്സിനെയും പോർട്ട് നമ്പറിനെ ആഡ് ചെയ്താണ് നമ്മൾ സോക്കറ്റ് അഡ്രസ് ഉണ്ടാക്കുന്നത്. ബേസിക്കലി ഒരു ടോട്ടൽ 48 ബിറ്റ്സ് വരും. നമ്മൾ ഇതിന്റെ ഇൻ ഡീറ്റെയിൽ ഇത്രയും പോകേണ്ട വരത്തില്ല. പക്ഷെ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണും അവിടെ സോക്കറ്റ് അഡ്രസ്സ്, IP അഡ്രസ്സ് പറയുന്നുണ്ടായിരിക്കും, പോർട്ട് നമ്പർ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അത് പ്രോഗ്രാമിംഗ് സൈഡിൽ നമുക്ക് ഇതൊക്കെ വരും. നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ സോക്കറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ബൈൻഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സോക്കറ്റ് അഡ്രസ് ആണ്. ഓക്കെ, അഡ്രസ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ് പ്ലസ് പോർട്ട് നമ്പർ. ഇപ്പം IPv4 ആണ് യൂസ് ചെയ്യണമെങ്കിൽ IP അഡ്രസ് കൂടെ ഒരു 32 ബിറ്റ് കാണും. നമ്മുടെ പോർട്ട് നമ്പർ ഒരു 16 ബിറ്റ് കാണും. ടോട്ടൽ ഒരു 48 കാണും, 48 ബിറ്റ്സ് കാണും. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഇപ്പൊ എത്ര കവർ ചെയ്തു? സോക്കറ്റ് കവർ ചെയ്തു, ബൈൻഡ് കവർ ചെയ്തു. ഇനി ലിസൺ നോക്കാം. Listen. Passively waiting for client or phone call.
നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മിണ്ടാതെ സമാധാനത്തോടെ കാത്തിരിക്കുന്ന ക്ലയന്റ് കണക്ഷന് വേണ്ടി ചോദിച്ച് വരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഫോൺ കയ്യിലുണ്ട്, ഫോൺ നമ്പർ സെറ്റ് ചെയ്ത് ഫോണിനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, ഇനി ഫോണിലോട്ട് വിളി വരാൻ നമ്മൾ കാത്തിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇതിന് പെൻഡിങ് ആയിട്ടുള്ള ക്ലയൻസ്, വേറെ കുറെ ക്ലയൻസ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും പെൻഡിങ് റിക്വസ്റ്റുകൾ കാണും. ഒരാളല്ലേ ഒരു സമയം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം പെൻഡിങ് റിക്വസ്റ്റ് വരുമ്പോഴത്തേക്കും അതിനെ നമ്മളൊരു ക്യൂവിൽ ബാക്ക്ലോഗ് ആയിട്ട് വെച്ചേക്കും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ആ റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയാൽ. അതിനുശേഷം നമുക്ക് അടുത്തത് ഈ ലിസൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഫോൺ വന്നു, ഫോൺ എടുക്കണ്ടേ, ഫോൺ എടുത്ത് ഹലോ പറയണമല്ലോ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഫോണിന് നമ്പർ കൊടുത്തു, അതിനെ ബൈൻഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ലിസൺ ചെയ്തു ഫോൺ കോൾ വരാൻ. ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മളിനി ഫോൺ കോൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അടുത്തതാണ് നമ്മുടെ അക്സെപ്റ്റ്. അക്സെപ്റ്റിൽ വന്നിട്ട് കോൾ വരുന്നു, നമ്മൾ കോൾ പിക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആ കണക്ഷൻ, നമ്മുടെ ക്ലയന്റ് ഒരു കണക്ഷൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കണക്ഷൻ ഓക്കെ, നിങ്ങൾ നമ്മുടെ സെർവറായിട്ട് കണക്ട് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. അതാണ് നമ്മുടെ അക്സെപ്റ്റ്. ആ ക്ലയന്റിന്റെ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു കണക്ട് ഉണ്ട്, അത് നോക്കാം. കണക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലയന്റിന് സോക്കറ്റ് അഡ്രസ്സിലോട്ട് പോയി ആ സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യണം, ആ സെർവറുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫോണിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ എന്താണ്, ഇപ്പം എൻ്റെ ഫ്രണ്ടിന് ഒരു ഫോണുണ്ട്, പുള്ളിക്കാരി ഒരു ഫോൺ നമ്പറും വെച്ചു എൻ്റെ വിളി കാത്തിരിക്കണം. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം, ആ ഫോൺ നമ്പർ എടുത്ത് ഞാൻ ഡയൽ ചെയ്ത് വിളിക്കണം. ബേസിക്കലി ഈ കണക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡയൽ ചെയ്ത് വിളിക്കുന്നതാണ്, സിമ്പിൾ. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഇൻ കേസ് ഓഫ് സോക്കറ്റ് പ്രോഗ്രാമിംഗിൽ എടുക്കുകയാണെങ്കിൽ ആ സോക്കറ്റ് അഡ്രസ് എടുക്കുക, അതിനെ കൊടുത്ത് കണക്ട് ചെയ്യുക. ഇന്ന സോക്കറ്റ് അഡ്രസ്സിലോട്ട് എനിക്ക് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. അതാണ് കണക്ട്. അതിനുശേഷം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് റിസീവ് ഉണ്ട്. സെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം കോളാണ് സെൻഡ് ചെയ്യാനുള്ളത്. റിസീവും കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സിസ്റ്റം കോളാണ് റിസീവ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സോക്കറ്റ് പ്രോഗ്രാമിന്റെ ബേസിക്സ്. സോക്കറ്റ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യണതിന്റെ ബേസിക് മോഡൽ ഇങ്ങനെയാണ്. ഇനി ഇതിന് വേറെ രീതിയുണ്ട്, നമ്മുടെ TCPയും UDPയും വരുന്നത്.